അങ്ങനെ ഒരു തോന്നിയ അവസ്ഥ ഇവിടെ കാണിയാ കനക ചുമ്മാ കനക എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ചോദിച്ചോളാം കനക എന്ത് ചോദിക്കാനും നിങ്ങൾക്ക് എന്ത് ചോദിക്കാനാ പൈസ 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 ഇരിപ്പുണ്ടല്ലോ ഇവിടെ വാങ്ങിയോട്ട് ഉളുപ്പില്ല അന്നിരിക്കുന്നത് എന്റെ അമ്മയുടെ പൈസ എവിടെ പാലന്ന് പൈസ കൊടുത്തിട്ടായിരുന്നു ഈ തമാശ കളിക്കരുത് എന്റെ അമ്മ തരാനുള്ള പെൻഷൻ കാശ് എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് പെൻഷൻ കാശ് അത് ഞാൻ മറന്നു കളയാ എന്താ മറന്നു വേടാ അത് മറന്നു പോയി ക്ലീറ്റസ് പൈസ കൊടുക്കാണ്ടെങ്കിൽ അത് ഊടായിപ്പ് കനകം തരാനുള്ളപ്പോ അത് മറന്നുപോയി ഇപ്പൊ ഓർമ്മിച്ചല്ലോ പോയി പൈസ എടുത്തുണ്ടോ അതേ ഞാനേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തോണ്ട് ഞാൻ ഒരു ചെറിയൊരു മറുപ്പ് നടത്തി 2 ദിവസം തരാൻ പൈസ മറിച്ച നീ ആരോട് ചോദിച്ചോടാ എന്റെ പൈസ എടുത്ത് മറിച്ചത് നിനക്ക് എന്ത് അധികാരമാണ് എന്റെ പൈസ എടുത്ത് മറിക്കാൻ പിന്നെ ഞാനിപ്പോ ചോദിക്കുന്നത് എന്റെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നീ എന്നോട് അനുവാദം ചോദിക്കാതെ എന്റെ പൈസ എടുത്ത് മറിച്ച എന്തിന് പോയി പൈസ എടുത്തല്ലോ സൗകര്യമില്ല നീ കേസ് കൊടു കളിക്കരുത് നീ മര്യാദ നിന്റെ അടുത്ത് പറയാണ് തങ്കം ഇവൻ പൈസ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി ഒരു നയ പൈസ ഞാൻ ചെലവിന് തരൂ നീ വിചാരിക്കണ്ട നീ കേൾക്കാനായിട്ട് പറയണം ഈ പൈസ തന്ന് തീർക്കണത് വരെ നിനക്ക് ചെറുതല കേൾക്കാനുള്ള ഞാൻ അവസരം തരൂല നീ നോക്കിക്കോ എന്തെങ്കിലും വിറ്റിട്ട് പണയം വെച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കൂ എന്തിനാ ഇങ്ങനെ കണ്ടവരുടെ വായിരിക്കുന്നത് കേൾക്കണത് അയ്യോ കണ്ടവര് പൈസ എടുക്കുമ്പോ അവർക്ക് ഒരു കുഴപ്പമില്ല അപ്പോഴും നീ പറയാത്തത് പൈസ എടുത്ത് ചെലവാക്കി അയ്യോ ഇപ്പൊ 2 ദിവസം കൊണ്ട് പൈസ മറിച്ചപ്പോൾ വലിയ പൈസ എന്റെ അമ്മയുടെ പൈസ നിന്റെ അമ്മയുടെ പൈസ എന്റെ ഭാര്യയുടെ അമ്മയുടെ പൈസയാണ് സൗകര്യം ഉണ്ടായി നീ തന്നില്ലെങ്കിൽ നീ അനുഭവിക്കണം ഒരു ഉളുപ്പില്ല എന്നുള്ളതാണ് ഇങ്ങനെ നാണോ മാനോ ഇല്ലാത്ത നീ എന്തായാലും പൈസയുടെ കാര്യം പറയണ ആ പൈസക്ക് വേറെ കണക്ക് ഈ പൈസക്ക് വേറെ കണക്ക് ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് എനിക്ക് ആശ്വാസം ഉണ്ട് ആശ്വാസം ഇനിയിപ്പോ നോക്കി അവന് ഞാൻ വെച്ചിട്ടുണ്ട് ആശ്വാസം ഒന്നും ആയില്ല വരട്ടെ അവരെ ഞാൻ കളിക്കുന്നു അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് നാണോ മാനല്ലാത്ത വർഗം വല്ലവരെ പൈസ എടുത്ത് ചെലവാക്കാൻ നിനക്ക് നാണം ഇല്ലടാ നാണം സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് എടുത്ത് ചെലവാക്കണ നീ എന്റെ പൈസ എടുത്തിട്ട് അവൻ കളിക്കുന്നത് പിന്നെ അവന്റെ അമ്മയുടെ പൈസ അവന്റെ അമ്മ എനിക്ക് ആരും അല്ലല്ലോ എടാ മാണം വേണോടാ മാണം കണ്ടവന്റെ കാശെടുത്ത് പുട്ട് വിഴിഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലാതെ നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ എങ്ങനെയാ കാണ്ടാമൃഗത്തിന്റെ തൊലിയല്ലേ ഇതിപ്പോ കാണ്ടാമൃഗവും തോറ്റു പോകും നിന്റെയൊക്കെ മുമ്പിൽ ഒന്ന് ഈ പറഞ്ഞില്ലേ പറയണത് കേട്ടാ അതിന് എന്തെങ്കിലും ഒരു ഉളുപ്പ് സ്വയം തോന്നണം അങ്ങനെ തോന്നൂല എന്തോ എടാ എനിക്ക് അവകാശപ്പെട്ട കാശാണ് ഞാൻ ചോദിക്കണത് കേട്ടാ എടാ പറയണത് ഒന്നേ മനസ്സിലാക്കടാ പൊട്ട അതെങ്ങനെ വഴക്കുണ്ടാക്കല്ലേ ഇതങ്ങ് കോളായി പോയില്ലേ അങ്ങനെ ശീലിച്ചു വെച്ചൊക്കെയാണ് ഹലോ നീ എന്നിറങ്ങിയടാ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകും കേട്ടോ എന്നാ ഹലോ 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 എടാ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാണടാ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന പൈസ അത് നീ വിയർപ്പൊഴിക്കിയ പൈസയാണടാ എടാ നാണം ഉണ്ടാടാ ദാനം കിട്ടുന്ന പൈസ വേണ്ടി പുറകെ കിടക്കാനായിട്ട് നീ ഒരു കാര്യം ആലോചിക്കണം നീ എന്റെ എത്ര നാൾ എന്റെ ചെലവിലടാ നീ കഴിയുന്നത് എന്നിട്ട് ഇപ്പൊ നിന്റെ 2 രൂപ ആലോചിച്ച് കുറച്ച് പൈസ 2 പ്രാവശ്യത്തെ പൈസ തരാൻ വേണ്ടി നീ ചെലവിന് ഓസനല്ല ചെലവിന് നിന്റെ പെങ്ങളെ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട് ആരാരും പോറ്റുന്നുണ്ട് അവിടെ നീ ആ സംസാരം നിനക്ക് വല്ലതും പറയണ്ട എന്റെ മുഖത്ത് നോക്കി പറ ഏത് പൈസ എനിക്ക് അവകാശപ്പെട്ട അമ്മയുടെ പെൻഷൻ കാശ് ആരമ്മയെന്ന് പറഞ്ഞാ എന്റെ ഭാര്യയുടെ അമ്മ നിന്റെ ആരെന്നുള്ളത് എനിക്ക് വിഷയമല്ല ഞാനൊരു കാര്യം പറയാം എന്റെ അമ്മ എനിക്ക് തന്ന കാശ് കൃത്യമായിട്ട് എനിക്ക് ഇന്ന് കിട്ടണം ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ലതായി നടന്നളിയാ സാബോയ് ഇതെവിടാ നിന്റെ ഒരുപാട് നാളായില്ല കണ്ടിട്ട് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് വേറെ തോന്നല് ഇവനുണ്ടല്ലോ പള്ളിക്കൂടത്തിൽ നമ്മൾ പഠിച്ച പോലത്തെ ഒരാളൊന്നുമല്ല ഇവൻ ഭൂലോകം ഉടായ്പാണ് ഇപ്പൊ നിന്റെ അടുത്ത് പറയണേ നമ്മളെ കനകനല്ലേ അതൊക്കെ പോയി അളിയാ ഞാൻ വേറൊന്നും പറയണ്ട തോന്നരുത് നീ ആലോചിച്ച് നോക്ക് ഇപ്പൊ നിനക്ക് അവകാശപ്പെട്ട കാശ് നിന്നോട് ചോദിക്കാതെ എടുത്ത് ചെലവാക്കിയാൽ നിനക്ക് എന്ത് തോന്നും ഇപ്പൊ അതുപോലത്തെ ഒരു പ്രവൃത്തി എനിക്ക് അവകാശപ്പെട്ട എന്റെ കാശെടുത്ത് ഏതോ ആവളത്താണ് ചെലവാക്കാൻ കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇവൻ ന്യായം പറയുന്നത്
അലവലാതി ഇതൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നിന്റെ എന്താ പറയാ കുറച്ച് കാശാണ് അളിയ. എന്തിന് അളിയൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ല ആ പാവളം താൻ അത് ഞാനാണ് അളിയ. ഒരു നിർണായക ഘട്ടത്തിൽ എൻ്റെ മോള് രക്ഷപ്പെടാൻ സഹായിച്ചതാണ് അളിയ. ഇത് അളിയൻ്റെ പൈസ ആണെന്ന് കനകം പറഞ്ഞായിരുന്നു. ഒരു ആശുപത്രി കേസാണ്. അളിയൻ അതിലൊന്നും പറയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കൊണ്ട് പോയത്. ഞാൻ കരുതി നീ അത് പറഞ്ഞെന്നാണ് ഞാൻ കരുതിയത്. ഇല്ലല്ലേ, ഞാൻ പറഞ്ഞില്ല. അല്ല, ഇത് അവന്റെ മോക്ക് പെട്ടെന്ന് സുഖമില്ലാതായിപ്പോയി. ഇപ്പൊ ആശുപത്രിയിലായിരുന്നു. അപ്പൊ അത്യാവശ്യമായിട്ട് ഇവൻ ഭയങ്കര അഭിമാനമാണല്ലോ. ഒരു ഗതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അളിയന് അത്യാവശ്യമില്ലാത്ത അളിയൻ ചോദിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് ആ കാശ് കിട്ടിയത് എൻ്റെ മോളുടെ ജീവിതം തിരികെ കൊണ്ടുവന്നറിയാം. ഞാൻ മോളോട്ട് ഒരു ദിവസം വരാം, നിങ്ങളെല്ലാം വന്ന് കാണാം. അല്ലയോ, വളരെ ഉപകാരമുണ്ട്. അല്ല സാബു, പിന്നെ പൈസക്ക് അത്യാവശ്യമൊന്നുമില്ല. ഇത് പിന്നെ തന്നാലും അല്ല കണ്ടല്ലേ, ഒരു കുഴപ്പമില്ലല്ലേ. സന്തോഷം അല്ലേ. പോട്ടെ, ഞാൻ നിനക്കിന്ന് പോണ്ട്, ജോലിക്ക് പോണ്ട്. അല്ലേ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇറങ്ങണേ, ഒരു ദിവസം വരാം. ഹലോ, പൈസ കിട്ടിയാറേ? നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയ? ഹലോ, അത് പിന്നെ ഈ പൈസ സാബുവിനാണ് കൊടുത്തെന്നൊരു വാക്ക് എന്നോട് പറയണ്ടായിരുന്നോ? അല്ലല്ലയാ, നീ അവസാനം ഇങ്ങനെ ചമ്മി നിൽക്കുന്ന മുഖം ഉണ്ടല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. അത് കാണാൻ വേണ്ടിയല്ലേ പറയായിരുന്നു.